ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയ ഒരു ബുക്കുമായിട്ടാണ്. ടാലൻറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ 2024-25 കേന്ദ്ര ബജറ്റ് ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കാണ്. അത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. ടാലൻറ്റിൻ്റെ കറണ്ട് അഫയേഴ്സാണ്. 2022 മുതൽ 24 വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള ഒരു ബുക്കാണിത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഉള്ളിൽ എന്താണുള്ളതെന്ന് നോക്കാം. എല്ലാവർക്കും ഇപ്പം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബുക്ക്. എന്താ പറയുക, കറണ്ട് അഫയേഴ്സ് ആധികാരികം, വ്യക്തം, സമ്പൂർണ്ണം 2024 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 2500 എന്താ പറയുക പ്ലസ് 2500 കൂടുതൽ വൺ ലൈനർ അതിൻ്റെ MCQ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പ്രധാന ബില്ലുകൾ, പ്രധാന കമ്മീഷനുകൾ, ബഹിരാകാശ ദൗത്യങ്ങൾ, കേരള സർക്കാർ പദ്ധതികൾ, പ്രധാന അവാർഡുകൾ, പ്രധാന നിയമങ്ങൾ, യൂണിയൻ ബഡ്ജറ്റ് 2024-25 അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഏറ്റവും പുതിയതാണ് യൂണിയൻ ബഡ്ജറ്റ് 2024-25. സാമ്പത്തിക സർവേ 2022-23. പ്രധാന സൂചകങ്ങൾ, ദിവസവും തീമുകളും, കോൺഫറൻസും ഉച്ചകോടികളും, സയൻസ് ആൻഡ് ടെക്നോളജി, ഏറ്റവും പുതിയ നിയമങ്ങൾ, സ്പോർട്സ് 2023-24, SCO സ്റ്റാർട്ടപ്പ് ഫോറം 4.0. ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു ബുക്കാണെന്നാണ് പറയുന്നത്. ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. എന്താ പറയുന്നത്, കറണ്ട് അഫയേഴ്സ് നമുക്കറിയാമല്ലോ. PSC പരീക്ഷ നേടണമെങ്കിൽ, ഒരു സർക്കാർ ജോബ് നേടണമെങ്കിൽ കറണ്ട് അഫയേഴ്സ് പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് ഉപകാരപ്പെടുന്ന ഒരു ബുക്കാണ് ഇത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പേജ് മറിക്കുമ്പോൾ 2000 കറണ്ട് അഫയേഴ്സ് എന്നിങ്ങനെ കാണാൻ സാധിക്കും. പഠിക്കേണ്ടത് മാത്രം പഠിച്ചാൽ വിജയം ഉറപ്പ്. അപ്പോൾ ആവശ്യമുള്ള മാറി വലിച്ച് നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. ആവശ്യമുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയം കിട്ടും, നമുക്കൊരു സർക്കാർ ജോലി കിട്ടും, ജീവിതം സെക്യൂർ ആവും എന്നൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ അതിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ബുക്കാണെന്നാണ് ടാലൻറ്റുകാർ പറയുന്നത്. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ വില അതാണ്ട് കണ്ടല്ലോ. ഇതിൻ്റെ വില 250 രൂപയാണ്. മത്സര പരീക്ഷ മുൻ റാങ്കുകാരെ നിശ്ചയിക്കുന്നതിൽ കറണ്ട് അഫയേഴ്സിന് വളരെ പങ്കുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. 2022 മുതൽ 24 ജൂലൈ വരെയുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. PSC പരീക്ഷകൾക്ക് അങ്ങനെ എഴുതിയിട്ടുള്ള അങ്ങനെ ഒരു മൂവാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെയാണ് ഇൻഡെക്സ് തുടങ്ങുന്നത്. ആദ്യം തുടങ്ങുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി, അതിൽ തന്നെ സ്പേസ്, അത് കഴിഞ്ഞ് ഇന്ത്യൻ പ്രതിരോധ മേഖല, INS തരംഗിണി, IS വിക്രാന്ത്, ഡ്രോണ്, സൈനിക അഭ്യാസങ്ങൾ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കായികം, ക്രിക്കറ്റ്, അങ്ങനെ ഓരോന്ന് തിരിച്ചു കൊടുക്കുന്നത്. ക്രിക്കറ്റ്, ഫുട്ബോള്, ടെന്നീസ്, ബാഡ്മിൻ്റൺ, ഹോക്കി, ചെസ്സ്, പിന്നെ സാമ്പത്തിക മേഖല, ബഡ്ജറ്റ് 24-25, കേന്ദ്ര ബഡ്ജറ്റ്, അതിനു മുമ്പുള്ള ബഡ്ജറ്റുകൾ, അങ്ങനെയുള്ള കേരളം, പുരസ്കാരങ്ങൾ, സിനിമ, പ്രാദേശികം, ദേശീയം, സിനിമ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. അന്തർദേശീയ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട് കാര്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് ആദ്യം തന്നെ നോക്കുമ്പോൾ ഇതൊക്കെ ബോക്സിലാക്കി ഇങ്ങനെ വ്യത്യസ്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്താ പറയുന്നത്, സാറ്റലൈറ്റിനെ വിക്ഷേപിച്ച 2024 ജനുവരി 1 വിക്ഷേപിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻസൈറ്റ് അതിൻ്റെ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകത, സമൂഹകർത്തം എന്തിനു വേണ്ടിയായിരുന്നു അത് എന്നൊക്കെ വിശദമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആദിത്യ L1 എന്താ പറയുന്നത് കണ്ടല്ലോ. അതിനെക്കുറിച്ച് ചന്ദ്രയാൻ 3. ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നത് ഇത് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. ഇതിലെ കാര്യങ്ങളെല്ലാം വായിച്ചു പറയുക എന്നുള്ളതല്ല. അപ്പോൾ എന്താണ് ഈ പുസ്തകത്തിലുള്ളത്, നിങ്ങൾക്ക് മേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ അറിയാമെന്നുള്ളതാണ് ഉദ്ദേശം കേട്ടല്ലോ. അല്ലാതെ എന്താ പറയുന്നത്, ഞാനിത് മൊത്തം വായിച്ച് പറയുക എന്നുള്ള പേരോടുകൾ അങ്ങനെ ആണ് ഇത് പോകുന്നത്. കാണല്ലോ, ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഉള്ളത്. നേരെ നോക്കിക്കോളൂ. PSLV ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ എന്താ പറയുന്നത്, PSC പരീക്ഷ എഴുതുമ്പോൾ എന്താ പറയുന്നത്, ജനറൽ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഉപകാരപ്പെടുന്ന ഒരു ബുക്കാണ്. പിന്നെ ജനറൽ നോളജ് നമുക്ക് കിട്ടാൻ ദൈനംദിനമുള്ള വാർത്ത നമ്മൾ കേൾക്കുക, കാണുക. ഇപ്പോൾ എല്ലാവരും മൊബൈലാണല്ലോ, അതിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ പത്രങ്ങൾ വായിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ജനറൽ നോളജ് ലഭിക്കും. ജനറൽ നോളജ് ഒരു ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ, ഒരു ബുക്ക് വായിച്ചുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തില്ല. നമുക്ക് ജനറൽ നോളജ് കിട്ടണമെങ്കിൽ അത് നിരന്തരമായ ഒരു പ്രക്രിയയാണ്. എന്ന് നമ്മൾ വായിക്കുക, മനസ്സിലാക്കുക, മൊബൈൽ നോക്കുക, മൊബൈലിൽ വായിക്കുക, മൊബൈലിൽ നിന്നുള്ള കേൾക്കുക, എന്താ പറയുന്നത് വാർത്തകൾ കേൾക്കുക, അങ്ങനെയുള്ള എല്ലാ അറിവുകളും നേടാൻ നമ്മൾ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം, പത്രത്തിൽ നിന്നുള്ള നമ്മൾ വായിക്കുന്ന സമയത്ത് വായിക്കുക എന്നൊരു ശീലം കൂടെ നമ്മുടെ വളർന്നു വരും.
അത് നമുക്ക് ഇതേപോലുള്ള പുസ്തകങ്ങൾ വായിക്കാനും പഠിക്കാനും ഒക്കെ വളരെ ഉപകാരപ്പെടുക തന്നെ ചെയ്യും. ഇപ്പം വായിച്ച് പഠിക്കുക, ഇപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ബുക്കുകൾ നമുക്ക് വായിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നുമെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് വായിക്കുക കിട്ടുന്നതൊക്കെ വായിക്കാൻ ശ്രമിക്കുക. കേട്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഞാൻ ഈ പറയുന്നതിനോട് തന്നെ നിങ്ങൾ ഈ പേപ്പറുകൾ നോക്കി മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് സൈനിക അഭ്യാസങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീ ഡിഫൻഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കോളമാക്കി കൊടുത്തിട്ടുണ്ട്. സമുദ്രശക്തി ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലാണ് അത് നടന്നത്. അവർ ചേർന്ന് നടത്തിയ ഒരു അഭ്യാസമാണത്. അങ്ങനെയുള്ള കാര്യങ്ങൾ. വനിതാ യൂറോ കപ്പ് 2022 ജേതാക്കൾ ഇംഗ്ലണ്ട്, ഇങ്ങനെ നമുക്ക് പറഞ്ഞ് ബോക്സുകളിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ന് 2-3 ദിവസമായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ബുക്കാണ്. ഞാനൊന്ന് വിശദമായി തന്നെ ഏകദേശം ഈ ബുക്കൊന്ന് നോക്കിയിട്ടുണ്ട്. നോക്കുമ്പോൾ ഏകദേശം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തികച്ചും വാല്യൂ ഫോർ മണി എന്ന് പറയാവുന്ന ഒരു ബുക്കാണ്. വലിയ വിലയില്ല. ഇതൊന്ന് മേടിച്ച് വായിച്ചാൽ നമ്മുടെ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടിയുള്ള പ്രയാണത്തിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു ബുക്ക് തന്നെയാണിത്. സിനിമ എന്ന് പറഞ്ഞാൽ ഈ 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എന്നൊക്കെ പറഞ്ഞിങ്ങനെ വളരെ വിശദമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിൻ്റെ പേര് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിനെ കുറിച്ച്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നമുക്കറിയാമല്ലോ, നമ്മൾ പഠിക്കുന്നവരാകുമ്പം നമുക്കതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാം. കണ്ടല്ലോ. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ MP-മാരെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ശശി തരൂരിൻ്റെയും സുരേഷ് ഗോപിയുടെയും കെ രാധാകൃഷ്ണൻ്റെ പടമൊക്കെ വെച്ച് തിരുവനന്തപുരത്തെ ശശി തരൂര്, ആറ്റിങ്ങലിലെ അടൂർ പ്രകാശ് അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിരിക്കുന്നു. കേരളത്തിലെ കുറഞ്ഞ ഭൂരിപക്ഷമാണ് അടൂർ പ്രകാശിന് കിട്ടിയത് എന്നൊക്കെയുള്ള വിശദമായ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ അവർ NDA-യിലാണോ LDF-ലാണോ അതോ UDF-ലുള്ള ആൾക്കാരാണോ ജയിച്ചിരിക്കുന്നത് അതൊക്കെ വിശദമായിട്ട് നമുക്ക് ഇത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് സ്വല്പം അകത്തിയൊക്കെ എഴുതിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് വായിക്കാനും ഒരു രസമുണ്ട്. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ കണ്ടല്ലോ, പ്രതിമകളെ കുറിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഗുജറാത്തിലെ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യുവിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ നോക്കി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ PSC പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു ബുക്ക് തന്നെയാണ്. ഈ ബുക്കിൻ്റെ ആകെ പേപ്പറുകളുടെ എണ്ണം 464. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 250 രൂപയാണ്. അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ഈ ബുക്ക് മേടിച്ച് വായിച്ച് മനസ്സിലാക്കി പഠിച്ച് PSC പരീക്ഷ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.